ഇന്ന് ചുമ്മാ ഒരു കുഞ്ഞു വീഡിയോ ആവാം അല്ലേ. ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാൻ പറ്റില്ല. രാവിലെ എണീറ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോകാനുള്ള തയ്യാറെടുപ്പാണ്. അതിനു മുൻപേ ഇപ്രാവശ്യത്തെ തിരുവോണത്തിന് റേഡിയോ ലൈമിൽ എന്നോടൊപ്പം സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ടുള്ളത് ജാസി ഗിഫ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ജാസി ചേട്ടനുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ പ്രീ റെക്കോർഡഡ് ആണ്. അത് റെക്കോർഡ് ചെയ്യുന്ന തിരക്കിലായിരുന്നു ഞാൻ രാവിലെ തന്നെ. അപ്പോൾ എല്ലാവരും മറക്കാതെ കേൾക്കണേ. റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തിരുവോണത്തിൻ്റെ അന്നാണ് 10 മുതൽ 12 വരെയുള്ള സമയത്താണ് UK ഇത് കേൾക്കാൻ പറ്റുക. അപ്പം ആ ഒരു റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പതിയെ എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടതുണ്ട്. 36 വീക്കിൻ്റെ സ്കാനിങ് ആണ് ഇന്നുള്ളത്. ഞാൻ ഓൾമോസ്റ്റ് ഒരു 34 വീക്ക് ആയപ്പോഴത്തേക്കും എൻ്റെ ജോലിയൊക്കെ നിർത്തിയായിരുന്നു കേട്ടോ. പക്ഷേ മെറ്റേണിറ്റിയിലായിരുന്നു ഈ ഒരു 2 വീക്സ് കൊണ്ട് തന്നെ എനിക്ക് അല്പം ബോറടിച്ച് തുടങ്ങി കേട്ടോ. എനിക്ക് എപ്പോഴും പ്രൊഡക്റ്റീവായിട്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. എങ്കിലും ഞാൻ എപ്പോഴും എന്നെ എൻഗേജ്ഡ് ആക്കി വെക്കാൻ ശ്രമിക്കുമെങ്കിലും അല്പസ്വല്പം ബോറടിയൊക്കെ എനിക്ക് അവിടെ ഇവിടെയായിട്ട് തോന്നി തുടങ്ങിയിട്ടുണ്ട്. റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞ പാടെ തന്നെ ഈ പ്രാർത്ഥിച്ച് ഹോസ്പിറ്റലിലോട്ട് ഇറങ്ങാനുള്ള പുറപ്പാടാണ്. ഇന്ന് രാവിലെ ഞാൻ മാത്യു വയലാമണ്ണിൽ അച്ഛൻ്റെ പ്രസംഗം കേട്ടിട്ടാണ് ആ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാറ്. ഇന്ന് പ്രത്യേകമായിട്ട് അച്ഛൻ ഹോസ്പിറ്റലിൽ പോകുന്നവരെയും സ്കാൻ ചെയ്യുന്നവരെയൊക്കെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയും ചെയ്തു, ഇത് എനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിച്ചതാണോ എന്ന്. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും തന്നെ ഇത് ടാക്സിയൊക്കെ വന്നു കേട്ടോ. ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേനും ചേട്ടായി അവിടേക്ക് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലെ ഫിലിമിംഗ് അലൗഡ് അല്ലാത്തതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷേ നമ്മുടെ സ്കാനിംഗ് ഒക്കെ കഴിഞ്ഞു, വലിയ കുഴപ്പമൊന്നും ഇല്ല എന്നാണ് ഡോക്ടർ പറഞ്ഞേക്കണേ. തിരിച്ചെത്തിയപ്പോഴത്തേക്ക് നല്ല മഴയായിട്ടുണ്ടായിരുന്നേ. ഈടെയായിട്ട് പെട്ടെന്ന് എനർജി ലെവൽ ലോ ആവേ. വന്നപ്പോൾ തന്നെ ഫുഡ് കഴിക്കാനുള്ള ഒരു തിരക്കായിരുന്നു. അത് കഴിഞ്ഞൊരു വീഡിയോ ഒക്കെ കണ്ട് റിലാക്സ്ഡ് ആയിട്ട് ഒന്ന് ഉറങ്ങാൻ വേണ്ടി പോയി. അപ്പോയിൻമെന്റ് പ്രമാണിച്ച് ഇന്നിപ്പോൾ പ്രത്യേകിച്ച് കുക്കിംഗ് പരിപാടികളൊന്നും ബാക്കിയില്ല. അപ്പോൾ തിരുവോണത്തിൽ തന്നെ ഇന്റർവ്യൂ കേൾക്കാൻ മറക്കണ്ട. ഒത്തിരി സ്നേഹത്തോടെ ബൈ ബൈ.